ഓണം സീസണായിട്ട് ഫാമിലിയുമായി വീട്ടിൽ നിന്ന് കാണാൻ പറ്റിയ 5 പുതിയ മലയാളം സിനിമകൾ. ലിസ്റ്റിലെ ആദ്യ സിനിമ പൃഥ്വിരാജ് നായകനായ ഐ നോബഡി. ഇതിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്ന രാജീവൻ എന്നൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ബാങ്ക് മോഷണ കേസിൽ സംശയത്തിൻ്റെ നിഴലിലാകുന്നു. ഇതെങ്ങനെയാണ് രാജീവനെയും കുടുംബത്തെയും ബാധിക്കുന്നത് എന്നാണ് ഈ സിനിമ പരിശോധിക്കുന്നത്. നിസാം ബഷീർ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ എൻഗേജിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റിയൊരു ആക്ഷൻ ത്രില്ലറാണ്. ഈ സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് കാണാവുന്നതാണ്. ഓണമായിട്ടൊരു കോമഡി സിനിമ കാണാനുള്ള മൂഡിലാണെങ്കിൽ അതിന് പറ്റിയ സിനിമയാണ് പ്ലൂട്ടോ. ഒരു അന്യഗ്രഹ ജീവി ഭൂമിയിലെത്തുന്നതാണ് ഈ സിനിമയുടെ പ്രധാന പശ്ചാത്തലം. എങ്കിലും ചന്ദ്രിക എന്ന സിനിമയുടെ സംവിധായകനായ ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അൽതാഫ് സലീമും നീരജ് മാധവുമാണ്. ഈ സിനിമ ഇപ്പോൾ സൈനപ്രയിൽ അവൈലബിൾ ആണ്. ലിസ്റ്റിലെ അടുത്ത സിനിമ ബാലൻ ദ ബോയ്. അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച മലയാള സിനിമയാണ് ബാലൻ. മഞ്ഞുമൽ ബോയ്സിനു ശേഷം ചിദംബരം സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ ഒരമ്മയുടെയും മകൻ്റെയും കഥയാണ് പറയുന്നത്. ബാലൻ സിനിമ ഇപ്പോൾ C5-ൽ നിന്ന് കാണാവുന്നതാണ്. അടുത്ത സിനിമ കുഞ്ചാക്കോ ബോബനും ലിജോ മോളും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഉന്മാദം. മലയാളികൾക്ക് പരിചിതമല്ലാത്ത പോലീസ് കഥകൾ സമ്മാനിച്ച എഴുത്തുകാരനായ ഷാഹി കബീറാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, ഹൊറർ, സൈക്കോളജി എന്നിവയെല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം സെപ്റ്റംബർ 4 മുതൽ സോണി ലിവിൽ നിന്ന് കാണാവുന്നതാണ്. ഇനി ചെറിയൊരു ഫീൽ ഗുഡ് സിനിമ കാണാനുള്ള മൂഡിലാണ് നിങ്ങളെങ്കിൽ അതിന് പറ്റിയ സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മധുബാലയും ഇന്ദ്രൻസുമാണ്. തഞ്ചാവൂരിൽ നിന്ന് വാരണാസിയിലേക്ക് വന്ന ലീല എന്നൊരു യുവതി അവരുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് വേർപെട്ടു പോകുന്നു. അവിടെ വെച്ച് അധ്യാപകനായ മാധവൻ എന്ന കഥാപാത്രം ലീലയെ കാണുകയും സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ രണ്ട് അപരിചിതർ ഒരു ദിവസം വാരണാസിയിൽ ഒരുമിച്ച് ചിലവഴിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രധാന ഭാഗം. ഈ സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.